ഇന്നത്തെ വീഡിയോയിൽ 5 തരം ചമ്മന്തികളാണ് കാണിക്കുന്നത്. ചെമ്മീൻ ചമ്മന്തി, നെല്ലിക്ക ചമ്മന്തി, ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി, മാങ്ങാ ചമ്മന്തി, കാന്താരി ചമ്മന്തി. അപ്പൊ നമുക്ക് ഓരോരോ ചമ്മന്തികളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് ചെമ്മീൻ ചമ്മന്തിയാണ്. അതിനായിട്ട് തലയും വാലും കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് വറുത്ത് അതൊന്ന് കൈകൊണ്ട് നമുക്കിങ്ങനെ പിടിച്ചു നോക്കുമ്പം ഒന്ന് പൊടിയുന്ന പരുവത്തിന്, കൈകൊണ്ട് പിടിക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു വരണം. ആ ഒരു പരുവം ആവുന്നവരെ നന്നായിട്ട് വറുത്ത് എടുക്കുക. അങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞ് ആ ചെമ്മീൻ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഞാനിവിടെ കാന്താരി മുളകാണ് കേട്ടോ അതിന് അതിൻ്റെ കൂടെ അരയ്ക്കാൻ എടുക്കുന്നത്. കാന്താരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ വറ്റൽമുളക് എടുത്താലും മതി. കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ കാന്താരി മുളകും അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാന്താരി മുളകും കൂടി ചേർത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങനെ അരയ്ക്കേണ്ടതാ, ഈ പരുവത്തിനാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കഴിക്കുക, എരിവൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഈ ചമ്മന്തി നമുക്ക് കുറച്ച് ദിവസം ഒക്കെ പുറത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് തന്നെ പുറത്ത് വെച്ച് ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇതിൽ ഉള്ളിയോ അങ്ങനെയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കേടാവത്തില്ല. നമുക്ക് 2-3 ദിവസമൊക്കെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ എന്തെങ്കിലും അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസം നമുക്ക് ഇതിനെ സൂക്ഷിക്കാൻ പറ്റും. ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് കഴിക്കുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് ഉപയോഗിച്ചാൽ മതി. അടുത്തത് നെല്ലിക്ക ചമ്മന്തിയാണ്. അതിന് കുരു കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്ന നെല്ലിക്ക, ചുവന്നുള്ളി, കാന്താരി മുളക്, തേങ്ങ ചിരകിയത്, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നെല്ലിക്കയും ചുവന്നുള്ളിയും കാന്താരി മുളകും കൂടി ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണേ. ഇതുപോലെ അരച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ നെല്ലിക്ക ചമ്മന്തി റെഡിയാവും. ഇതിന് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ചോറിന്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണേ. അപ്പം നെല്ലിക്ക കിട്ടുന്ന സമയത്ത് അല്ലെ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അടുത്തത് ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയാണ്. അതിന് തേങ്ങ അടുപ്പിലൊന്ന് ചുട്ടതാണ്. ഞാനിത് അടുപ്പിലാണ് ചുട്ടത്, അതുകൊണ്ടാണ് ഈ കരിയൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അടുപ്പിൽ ചുട്ട തേങ്ങ, വറ്റൽമുളക്, ചെറിയൊരു കഷ്ണം പുളി, വാളംപുളി. അപ്പൊ ആദ്യമേ തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. തേങ്ങ ഇങ്ങനെ വലിയ പീസ് ആയതുകൊണ്ട് അത് ഫസ്റ്റിൽ ഒന്ന് അടിച്ചതാ ഈ പരുവത്തിന് ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് വാളംപുളി, ഒരു കുഞ്ഞു കഷ്ണം വാളംപുളി, അതുപോലെ വറ്റൽമുളക്, അടുപ്പിൽ തന്നെ ചുട്ടെടുത്ത വറ്റൽമുളകും ചുട്ടെടുക്കണം കേട്ടോ. അത് പിന്നെ അല്പം ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതിൽ ഞാൻ ഉള്ളിയോ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിപ്പോ ബാക്കി ഇരുന്നാലും നമുക്ക് പിറ്റേ ദിവസം, ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല, പിന്നെ ഉണ്ടാക്കുന്നത് കുറച്ച് ബാക്കി ഇരുന്നാലും നമുക്ക് നാളെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, കേടാവത്തില്ല. ഉള്ളിയൊക്കെ ചേർത്ത് അരയ്ക്കാം, പക്ഷെ ഉള്ളി ചേർക്കുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് മാറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസം അതൊക്കെ യൂസ് ചെയ്താലും ആ ടേസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. ഇതിനകത്ത് മുളകും പുളിയും തേങ്ങയും മാത്രമേ ചേർക്കുന്നുള്ളല്ലോ. അപ്പം അടിപൊളി ടേസ്റ്റ് ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിൽ അടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പിൽ തന്നെ ചുട്ടിട്ട് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ, ഒരു പ്രത്യേക സ്വാദാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിലായാലും ചുട്ടിട്ട് ചെയ്യാം, പക്ഷെ ഒന്നും കൂടി നല്ലത് നമ്മൾ അടുപ്പിൽ ചുട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അടുത്തത് മാങ്ങാ ചമ്മന്തി. അതിനായിട്ട് മാങ്ങ, വറ്റൽമുളക്, ചെറിയുള്ളി, തേങ്ങ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. വറ്റൽമുളകിന് പകരം നമുക്ക് പച്ചമുളകോ കാന്താരി മുളകോ അങ്ങനെ ഏതെങ്കിലും മുളക് വെച്ചിട്ടും ചമ്മന്തി അരയ്ക്കാം കേട്ടോ. പക്ഷെ വറ്റൽമുളക് ആണെങ്കിൽ ഒരു പ്രത്യേക സ്വാദും പിന്നെ കാണാനും നല്ലൊരു ചുമന്ന കളറിലിരിക്കും, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ ആദ്യമേ തന്നെ മാങ്ങയും വറ്റൽമുളകും ചെറിയുള്ളിയും അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ആദ്യമേ ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കണേ. അപ്പൊ നമ്മുടെ മാങ്ങാ ചമ്മന്തി റെഡിയാവും. ഇത് കഞ്ഞിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ എന്തിന്റെയും കൂടെ കഴിക്കാം, അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയായിരിക്കും. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും, അത്ര ടേസ്റ്റ് ആണ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് കാന്താരി ചമ്മന്തി. ഇതിന് നമുക്ക് കാന്താരി മുളകും ചെറിയുള്ളിയും ഉപ്പും, ഇത് 3 മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഈ കാന്താരി മുളകും ഉപ്പും ചെറിയുള്ളിയും കൂടി ഒന്നിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. വേറൊന്നും ഇതിന് ആവശ്യമില്ല. പിന്നെ പുളി വേണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ വിനാഗിരിയോ വാളംപുളിയോ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാൻ പുളി ചേർക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിക്കാത്തത്. പിന്നെ നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം.
ഇത് കപ്പയുടെ കൂടെയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ഇത് കപ്പയുടെ കൂടെ കറക്റ്റ് ആണ്. കപ്പ മാത്രമല്ല, കാച്ചില്, ചേമ്പ്, ചേന, അങ്ങനെ എന്തിന്റെ കൂടെ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെ കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഇതിലേക്കൊന്നും ചേർക്കാനില്ല. നമ്മുടെ കാന്താരി ചമ്മന്തി റെഡി. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.